ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് ജനനായകൻ. ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് റോർ എത്തിയിട്ടുണ്ട്. കാണുന്നതിന്റെ മുന്നേ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ തളപതി. എന്തല്ലേ എന്റെ പൊന്നോ, ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോ ഇങ്ങനെ ആഘോഷിക്കും. ഇതാണ് ആഘോഷം. അതാണ് കറക്റ്റ് 12 മണി എന്ന് പറഞ്ഞാൽ 12 മണിക്ക് സംഭവം എത്തണം. ഓക്കെ, എന്തായാലും ഗർജനം എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. യെസ്, ഗർജിക്കുമല്ലോ നോക്കാന്നേരെ. ഗർജിക്കുമായിരിക്കും. എന്തായാലും മെച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിന്റെ കൂടെ തന്നെ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അമിതാഭ് ബൈജു. രണ്ടുപേരും അടിപൊളി, അത് ഗംഭീരായിട്ടോ. അപ്പൊ ഇത് രണ്ടാൾക്കും കൂടി ഉള്ളതാണിത്. സത്യം, രണ്ടുപേരും ഉണ്ട് താനും. രണ്ടുപേർക്കും ഗംഭീരം. രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരുപാട് സിനിമകൾ ഇനി വരട്ടെ രണ്ടുപേരുടെ. അതെ, എന്തായാലും ദളപതി വിജയ് ഇതിൽ നിർത്താതിരിക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗർജന ഇനി എപ്പോഴും ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കണം. അതിന്റെ ഒരു വൈബ് അതാണ് വേണ്ടത്, അല്ലാണ്ട്. ഓക്കെ, കാണാം. പോസ്റ്റർ ഒരു രക്ഷയില്ലല്ലോ. എന്താണത്? അതായത് ഇതുവരെ ഇവര് കാണിച്ച സാധനം ഒന്നും അല്ല പോസ്റ്റർ. ഗംഭീര പോസ്റ്റർ. ഇതുവരെ സത്യം പറയണം, ഇതുവരെ ഇവരുടെ പോസ്റ്റർ ഇറക്കുമ്പോഴൊക്കെ നമുക്കൊരു വിഷമമായിരുന്നു. ഇതെന്ത് ഇങ്ങനത്തെ ഇടുന്നതെന്ന് ഓർത്തിട്ട്. പോസ്റ്റേഴ്സ് ആയിരുന്നു വന്നതെല്ലാം. പോസ്റ്റേഴ്സ് വളരെ മോശം തന്നെയായിരുന്നു. ഇതൊരു 1.5 പോസ്റ്റർ ആട്ടോ. ഗംഭീര പോസ്റ്റർ. ഇതാണ് പോലീസാണെന്നൊക്കെ പറഞ്ഞത്. ആ ഒരു ഇത് കണ്ടിട്ട് ഷർട്ടിന്റെ ഇത് കണ്ടിട്ട് എന്റെ വാളിങ്ങനെ കുത്തിപ്പിടിച്ച് അവളുടെ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കണം ആള്. എജ്ജാതി നോട്ടം മോനെ. ലുക്ക് കിട്ടില്ലായിട്ടുണ്ട്. അടിപൊളി കോസ്റ്റ്യൂം, സൂപ്പർ കളർ ഗ്രേഡിങ്. ഈ കസേര കൊറേ എണ്ണത്തിൽ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ, അത് മാത്രമേ ഉള്ളൂ അല്ലേ. കൊറേ ആൾക്കാരേ പുറകില് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. കൊടിയും പിടിച്ചിട്ടാണല്ലേ. അത് കൊടിയാണത്, കൊടി തന്നെ. ആയുധങ്ങളുമായിട്ട് ആളെ പിറകെയല്ല, അതും ജയ്യൊക്കെ വിളിച്ചിട്ട് അണികളാണ്. എന്താണെങ്കിലും കൊള്ളാം, ഗംഭീരം. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് മതിയായിരുന്നു. പോസ്റ്റർ മാത്രം മതി. ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സാധനം മാത്രം കൊട്ടാതെ ഗംഭീര സാധനം. പോസ്റ്ററിന്ന് ചിലപ്പോ ഒരു തള്ളിക്കയറ്റം കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സിനിമേന്റെ ഇതുവരെ ഇല്ലാത്ത ഹൈപ്പ് ഉണ്ടല്ലോ, ഒരു കയറ്റം കയറാൻ ചാൻസ് ഉണ്ട്. സൂപ്പർ ലുക്ക്. സാധനമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം പോലീസ് ഇതാണല്ലോ. ലുക്ക് അപ്പുറത്തെ കൈ കൊണ്ട് ഞാനും വിചാരിച്ചത് എന്താ ഓളി. ഒന്നുകൂടെ കാണാം. സാധനം പൊളിയാട്ടോ, അടിപൊളി. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പേടി. ആ സാധനം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സൂപ്പർ ഷോട്ടാണ്, സൂപ്പർ ഷോട്ട്. സൂപ്പർ ഷോട്ട്. പൊളിയായിട്ടുണ്ട് കേട്ടോ സംഭവം. അനിരുദ്ധം അങ്ങോട്ട് അറുമാതിശേക്ക് കേട്ടോ.
പക്ഷെ മരണമല്ല അല്ല അല്ല ആ സംഭവത്തിന് തുടങ്ങിയപ്പോ ഒരു വൈകി സെലിബ്രേഷൻ കൂടാണ്. അതാണ് ടൈമാണല്ലോ. Let's enjoy. 19/1/2026 അടിപൊളി സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, ബോധിച്ചു. സംഭവം കിടിലനായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ മമിത ഫാൻസുകാർ ഭയങ്കരമായിട്ടുള്ള നിരാശയിലാണ് കേട്ടോ. എന്തിനാണ് ആളുടെ ബർത്ത്ഡേ ആയിട്ട് എന്താണ് ആളുടെ ഒരു പേര് പോലും മെൻഷൻ ചെയ്തില്ല. അതിന്റെ ആവശ്യമില്ലേ? ഇത് എന്താ സിംഹത്തിന്റെ ഗർജനല്ലേ? എന്നാലും അതിന്റെ ഇടയിൽ പൂച്ചക്കുട്ടികളുടെ സൗണ്ട് ആരെങ്കിലും കേൾക്കുവോ? എന്നാലും അങ്ങനെ അല്ലല്ലോടാ. അതിന്റെ ഒരു ചെറിയൊരു സാധനമെങ്കിലും അത് ഞങ്ങള് വേറെ ഒരു പോസ്റ്റർ ഒക്കെ നാളെ അഡ്ജസ്റ്റ് ചെയ്യൂലേ. നമുക്ക് അതൊക്കെ അത്രയൊക്കെ മതി. അത്ര കിട്ടുള്ളൂ. മതിയെന്നല്ല, അത്ര കിട്ടുള്ളൂ. അത് നോക്കിയാ മതി. നോക്കിയാടുള്ളവരല്ലേ അല്ലേ? സിനിമയുടെ ഒരു അപ്ഡേറ്റ് 12 മണിക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ആളുടെയും ബർത്ത്ഡേ സെലിബ്രേഷനിലുള്ള അത് തന്നെയാണ് വലുത്. അതിനേക്കാൾ അപ്പുറത്തേക്കൊന്നും എനിക്ക് കിട്ടാനില്ല. അതത്രേ ഉള്ളൂ. എന്താണെങ്കിൽ അതായത് പിന്നെ ആകെ ആശ്വസിക്കാം മമിതയ്ക്ക്. എന്റർടൈൻമെന്റ് കീഴിൽ ഒരു വിഷു പറഞ്ഞല്ലോ, എന്ത് സന്തോഷത്തോടെ. അത് മതി, ഇപ്പുറത്തേക്ക് വാ, ഇപ്പുറത്തേക്ക് വാ, ഇനി അങ്ങോട്ട് വാ, മറിച്ചു. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആളുടെ ലുക്ക്, ആളുടെ എന്താ പറയുക ആറ്റിറ്റ്യൂഡ്, ആളുടെ സ്വാഗ്, സ്റ്റൈല്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ആ ലുക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല, പോലീസ് ലുക്ക് തന്നെ കാണിച്ചു. പിന്നെ ഒരു ടെൻഷൻ ഉണ്ട്. അതായത് 2 കാര്യങ്ങൾ പറയാം, പേടിപ്പിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അതിൽ നെഞ്ചിൽ കുടിയിരിക്കും എന്ന് പറഞ്ഞ സംഭവം. അതായത് ആളുടെ പരിപാടി ഇതിലേക്കും അങ്ങ് ഫിക്സ് ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഉള്ളത് മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഭഗവന്ത് കേസരിയുടെ റീമേക്ക് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവം ഒരു ടീമിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള കുറച്ച് പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ അതുണ്ട്. എന്തായാലും ഒഫീഷ്യലാണ്, എന്ത് സ്ഥിരീകരിക്കാത്ത ഒഫീഷ്യലാണ്. ഇതിൻ്റെ ഒരു പോർഷന് വേണ്ടിയിട്ട്, ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് ഭഗവന്ത് കേസരിയുടെ റീമേക്ക് അവകാശം സ്വന്തമാക്കിയിട്ടുണ്ട് അവർ. അത് എങ്ങനെയായിരിക്കും ഇതിനകത്ത് ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പോലീസ് വേഷം വന്നപ്പോഴേ ഉറപ്പിച്ചു. അതെന്തായാലും ആ ഭാഗം തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. എന്താണെങ്കിലും പക്ഷെ ഇനി ഇതൊക്കെ പറഞ്ഞാലും ഈ സാധനം ഉണ്ടല്ലോ, ഈ 1 മിനിറ്റിന്റെ സാധനം, ഇത് ശരിക്കും ഗർജനം തന്നെ. ഇത് ശരിക്കും പൊളിച്ച്. അത് കറക്റ്റ് ക്യാപ്ഷൻ അവർ കൊടുത്തിരുന്നത്. റോർ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സാധനം പൊളിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും രാത്രി ഉറക്കളച്ചതിനുള്ള മുതലുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, കാരണം ജനനായകനാണ്. സത്യോട്ടോ, ഞാനും എനിക്കും അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അല്ല, ഇതുവരെയുള്ള അപ്ഡേറ്റുകളൊക്കെ വളരെ വീക്കായിരുന്നു, വളരെ ശോകം. കിടിലനായിട്ടുള്ള പോസ്റ്റർ, പോസ്റ്റർ കിടിച്ച് അവിടെ തന്നെ. അതാ പറഞ്ഞ ആ പോസ്റ്റർ കണ്ടപ്പോ തന്നെ അവർ കിട്ടലാണ് ഭീകര സാധനം. ഇതൊക്കെ അന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഹൈപ്പ് എന്തായിരിക്കും. പക്ഷെ ഇപ്പൊ കേറ്റില്ലേ, അത് കേറ്റി. അല്ലെങ്കിലും ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. വിജയ് സിനിമേന്റെ ഒരു ടൈം ഉണ്ടല്ലോ, റിലീസിനോടനുബന്ധിച്ചുള്ള ഒരു സമയം. ആ സമയം ആകുമ്പോഴത്തേക്കും അതിനൊരു പോക്ക് ഉള്ളതാണ് സ്ഥിരമായിട്ടും. ആ സാധനത്തിലേക്ക് തന്നെയാണ് ഇതും വരുന്നത്. ഇത് കയറിക്കോളും. ഇതാ ലുക്ക് പൊളി 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 ലുക്ക്. ആ പോലീസ് വേഷത്തിൽ നിന്ന് മാറിയിട്ടാട്ടോ ആ ലുക്കിലേക്ക് വരുന്നത്. അതാണ് ലുക്കാണ് ഏറ്റവും അടിപൊളി. ആ ലുക്കിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതെ, ആ ആളുടെ കയ്യിൽ ഇപ്പൊ ഉള്ള വാള് അപ്പോഴും ഉണ്ട്, അന്നുണ്ട് ഇന്നുണ്ട്. അപ്പം കുറച്ച് ഐറ്റംസ് നമുക്ക് കാണാനുണ്ടാവും അത്യാവശ്യം. അപ്പൊ എന്താണെങ്കിലും തകർക്കട്ടെ ഒരിക്കൽ കൂടി 2 പേർക്കും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.